എല്ലാവർക്കും സുഖമാണോ? ചേർന്നെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, രാത്രി കാലങ്ങളിൽ നമ്മൾ ഈശോയോടൊപ്പം സമയം ചെലവിടുമ്പോൾ ഈശോ നമ്മുടെ മേൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആദ്യമേ അത്തരമൊരു കാര്യം ചിന്തിച്ച് വചനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട്, ഒരു പക്ഷേ ഭവനങ്ങളിലായിരുന്ന്, ഓഫീസുകളിലോ റോഡിൻ്റെ സൈഡുകളിലോ ഏതെങ്കിലുമൊക്കെ ദിക്കുകളിലായിരുന്നു കൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ പങ്കുകാരാകുന്ന എല്ലാ ദൈവമക്കളെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പഞ്ചഭൂഖണ്ഡങ്ങളിലായിരുന്ന് കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ ഓർക്കുക, രാത്രി കാലങ്ങളിൽ ദൈവത്തിനോടൊപ്പം ചെലവഴിക്കുമ്പോൾ ദൈവം നൽകുന്ന ഒട്ടേറെ വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ 3 കാര്യം നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ഭവനങ്ങളെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെ ആശീർവദിച്ച് തുടർന്ന് വചന ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒന്നാമത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 12 മുതലുള്ള വചനത്തിലാണ്. ഈശോ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വചനം തുടങ്ങുന്നത്. ഈശോ അന്ന് രാത്രി മുഴുവൻ മലയുടെ മുകളിൽ കയറി പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രഭാതമായപ്പോൾ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചുകൊണ്ട് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി അവരെ അഭിഷേകം ചെയ്തു. എന്താണ് ഇതിൻ്റെ ആത്മീയമായ അർത്ഥം? നമ്മളാരും മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നില്ല. നമ്മളാരും അപ്പസ്തോലന്മാരെ അഭിഷേകം ചെയ്യുന്നുമില്ല. നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തിരുന്നു കൊണ്ട് ഈശോ ചെയ്ത ആ മലമുകളിലെ രാത്രിയിലെ മുഴുവൻ പ്രാർത്ഥനയും പ്രഭാതത്തിലെ തെരഞ്ഞെടുപ്പും നമുക്ക് നൽകുന്ന ആത്മീയ സന്ദേശം എന്താണ്? ഈ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ്, സന്ധ്യ മയങ്ങുന്ന ഈ സമയത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടോ എടുക്കുന്ന തീരുമാനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. കരമുയർത്തുന്നു പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. പക്ഷേ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് നിങ്ങളുടെ ഒരു പുതിയ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമായിരിക്കാം, നിങ്ങളുടെ ഒരു വീട് മാറ്റവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, കുട്ടികളുടെ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടാകാം. പിള്ളേർ പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന പിള്ളേർ ചോദിക്കും, മെഡിസിന് പോകണമോ അതോ എൻജിനീയറിങ്ങിന് പോകണമോ? 1-ാം ക്ലാസ്സിൽ പോകണമോ 2-ാം ക്ലാസ്സിൽ പോകണമെന്ന് ചിന്തിക്കാറില്ല. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ പിള്ളേർ ചോദിക്കാറുണ്ട്. എന്തിനാണ് പോകേണ്ടത്? അല്ലെങ്കിൽ എവിടേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത്? ഇങ്ങനെ ഏത് ദിക്കിലേക്ക് യാത്ര ചെയ്യണമെന്നോ, ഏത് കോഴ്സ് പഠിക്കണമെന്നോ, ഏത് ശുശ്രൂഷയിലേക്ക് തൻ്റെ ജീവിതം കമ്മിറ്റ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തിട്ടപ്പെടുത്താനോ നിശ്ചയിക്കാനോ കഴിയാത്ത ഏതൊരു തീരുമാനമാണോ, ആ തീരുമാനം എടുക്കാൻ ഈ അനുഗ്രഹത്തിൻ്റെ രാത്രി കഴിഞ്ഞുള്ള പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ സഹായിക്കും. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, സന്ധ്യ മയങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന നേരത്ത് ദൈവം നൽകുന്നൊരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ്, തീരുമാനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുക. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകാരായിരുന്നിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. രണ്ടാമത് നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനം 16-ാമത്തെ അധ്യായത്തിലാണ്. അന്ന് രാത്രിയിൽ ശിഷ്യന്മാരിൽ പ്രത്യേകിച്ചും പൗലോസിനെയും സീലാസുമെല്ലാം കെട്ടപ്പെട്ട് കാരാഗ്രഹത്തിൽ കഴിയുകയാണ്. നമ്മൾ ഓർക്കണം, ജയിലിൽ കഴിയുന്ന മനുഷ്യര്, ജയിലിൽ പോയിട്ടുള്ളവർക്കറിയാം, പകല് മുഴുവൻ കഠിനമായ പണിയാണ്. അത് കഴിഞ്ഞിട്ടാണ് രാത്രിയിൽ അവർ സെല്ലിൽ പാർക്കാൻ പലരും ഇടവരുന്നത്. ഓരോ ജയിലുകളിലും വളരെ വ്യത്യസ്തമാണ് ചട്ടമെങ്കിലും പൊതുവായിട്ട് ഇങ്ങനെയാണ്. പകല് മുഴുവൻ പണിയെടുക്കും, രാത്രിയിൽ സെല്ലുകളിലെ അകത്ത് കിടക്കേണ്ടതായിട്ട് വരും. ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, രാത്രിയിൽ ആ സെല്ലിൽ കെട്ടപ്പെട്ട് അവർ കിടക്കുന്ന നേരത്ത് പൗലോസും സീലാസും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള കാരണം എന്താണ്? മുകളിലേക്ക് നോക്കുമ്പോൾ ഇതാ വലിയ മതിലാണ്, ഇരുഭാഗങ്ങളിൽ നോക്കുമ്പോൾ മതിലാണ്, മുമ്പിലേക്ക് നോക്കുമ്പോൾ ജയിലിൻ്റെ അഴികളാണ്, റോമൻ പട്ടാളങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. ഒരു വിധത്തിലും മുന്നോട്ടോ പിറകോട്ടോ മുകളിലേക്കോ താഴേക്കോ
ചലിക്കാൻ കഴിയാതെ എല്ലാവിധത്തിലും വിഷമിച്ച് കഴിയുന്ന പൗലോസും സീലാസും എടുത്ത തീരുമാനം ഇതാണ്: നമുക്ക് കരങ്ങൾ ചേർത്ത് ഈ ചങ്ങലകൾ ചേർത്ത് വെച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് പറ്റുമോ അത് ചെയ്യാൻ? നിങ്ങൾ തന്നെ പറ, നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ല. പക്ഷേ അർദ്ധരാത്രിയിൽ സന്ധ്യമയങ്ങുന്ന സമയത്ത് നമുക്ക് മുമ്പേ പോയ നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ അങ്ങനെ ചെയ്തപ്പോൾ ബൈബിളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അന്നേ വരെ അവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, ഒരു ചലനം ഉണ്ടാകുന്നു. അവരുടെ കൈകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ ചങ്ങലകൾ പൊട്ടിത്തെറിക്കുന്ന, അവർക്ക് മോചനം ഉണ്ടാകുന്നു. ഇതാണ് ഇതിൻ്റെ ആത്മീയമായ രഹസ്യം. രണ്ടാമത്തെ രഹസ്യം ഇതാണ്: ഈ സന്ധ്യമയങ്ങുന്ന ഈ രാത്രിയിൽ, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ, ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ പങ്കുകാരാകുന്ന ദൈവമക്കളെ, നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ ഡിമോണിക്കായ ചില അറ്റാച്ച്മെൻറ്റ്സ് മൂലം പിശാച് നിങ്ങളുടെ ഭവനത്തെ കെട്ടിയിട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഭൗതികവും ആത്മീകവുമായ വളർച്ചയ്ക്ക് എതിരായി നിൽക്കുന്ന വിപരീതമായ രൂപികൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു വിധത്തിലും മുന്നോട്ട് കരക്കയറ്റമില്ലാത്ത വിധത്തിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? ആത്മീയമായ സമരത്തിൽ നിങ്ങൾ നിരന്തരം പരാജയപ്പെടുന്നുണ്ടോ? ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ നമ്മൾ ഒന്നു ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ചങ്ങലകൾ പൊട്ടും, നരകത്തിൻ്റെ കവാടങ്ങൾ കർത്താവ് പൊട്ടിത്തെറിക്കാനായിട്ട് അനുവദിക്കും. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരും. അനുഗ്രഹത്തിന്റെ ചാലുകൾ ദൈവം നമുക്കായിട്ട് വർഷിക്കും. കരമുയർത്തുന്നു പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പുകളെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന ചെറുപ്പക്കാർ എവിടെയൊക്കെ ഉണ്ടോ, ചെറുപ്പക്കാര, നിന്റെ തീരുമാനത്തെ, നിന്റെ മാരേജുമായി ബന്ധപ്പെട്ട തീരുമാനത്തെ, നീ ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്നതിൻ്റെ തീരുമാനത്തെ, വലിയ ലോൺ എടുത്തുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിക്ഷേപിക്കണമെന്ന തീരുമാനത്തെ, ഒരു വർഷം സുവിശേഷത്തിന് വേണ്ടി ഞാൻ സമയം ചിലവിടണമോ എന്ന തീരുമാനത്തെ, ഇന്ന് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഊർജിതമായി കുറെ കൂടി കാലം നിൽക്കണമോ എന്ന തീരുമാനത്തെ, നിന്റെ തീരുമാനത്തിൻ്റെ മേൽ ഈ രാത്രിയിൽ ദൈവം ഇടപെടും. ഒന്നാമതായി. രണ്ടാമത് നമ്മൾ കണ്ടു, ഇതാ പൂട്ടപ്പെട്ടിരിക്കുന്ന വാതിലുകൾ, ചങ്ങലകൾ, വിപരീതമായ അന്തരീക്ഷത്തിൻ്റെ വിപരീതമായ ശക്തികൾ, ഒരു വിധത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഭവനങ്ങളെ, വ്യക്തികളെ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങളെ വിമോചിപ്പിക്കാൻ രക്ഷകനായ കർത്താവ് അന്ന് പൗലോസിനും സീലാസിനും വേണ്ടി തുറന്നു കൊടുത്ത അതേ അരൂപിയുടെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി രാത്രി തുറന്നു തരും. എല്ലാവരും പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്തുകൊണ്ടാണ് ഈ രാത്രി കാലത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്? നമ്മൾ ഓർക്കണം, രാത്രിയുടെ ദൂതന്മാരുണ്ട്. രാത്രിയിലാണ് പ്രലോഭനത്തിൻ്റെ ദൂതന്മാർ മുഴുവൻ ഇറങ്ങുന്നത്. എല്ലാ പിശാചുക്കളും കൂടി ഒരുമിച്ച് മനുഷ്യനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയമാണ് രാത്രികാലം. ഈ സമയത്താണ് ദൈവമക്കളായ മനുഷ്യർ നമ്മൾ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ തീരുമാനിക്കുകയാണ്, നമ്മൾ ഉണർന്നിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഉണർന്നിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നേരത്ത് കർത്താവിൻ്റെ കൃപാവരം നമ്മളിലേക്ക് വർഷിക്കപ്പെടാനായിട്ട് തുടങ്ങുന്നു. മൂന്നാമത്, ഇത് പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ്. നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യാക്കോബ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവചരിത്രം പരിശോധിച്ചാൽ ആ ജീവിതത്തിൻ്റെ ഏതാണ്ട് 75% വഞ്ചകനാണ്. അപ്പൻ്റെ പേര് ഇസഹാക്ക്, വഞ്ചിച്ചു അപ്പനെ. സഹോദരൻ്റെ പേര് ഏസാവ്, വഞ്ചിച്ചു. അമ്മയ്ക്കാണെങ്കിൽ ഇവനോട് പ്രത്യേകമായ സ്നേഹം. അമ്മയുടെ പേര് റബേക്ക. ഞാൻ കഥ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമുക്ക് പ്രാർത്ഥിക്കണം. ഇങ്ങനെ എല്ലാവരെയും വഞ്ചിച്ച് ജീവിച്ച മനുഷ്യൻ്റെ പേരാണ് പഴയ നിയമത്തിലെ യാക്കോബ്. ഇങ്ങനെ തൻ്റെ സഹോദരനായ ഏസാവിനെ വഞ്ചിച്ച് അവൻ യാത്രയാവുകയാണ് അവൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക്. കാരണം ഏസാവ് യാക്കോബിനെ കൊല്ലുമെന്ന് യാക്കോബിന് അറിയാം. അവൻ ഒരു നായാട്ടുകാരനാണ്. അവൻ്റെ കയ്യിൽ നായാട്ടിനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. യാക്കോബിന് ഒരു ജോലിക്ക് പോകില്ല, മറിച്ച് പറ്റിക്കാൻ മാത്രമേ അറിയൂ. ഇങ്ങനെ പറ്റിച്ച് എല്ലാം സ്വന്തമാക്കിയ യാക്കോബ് യാത്രയാവുകയാണ് അമ്മയുടെ സഹായത്തോടു കൂടി അമ്മയുടെ ആങ്ങളയുടെ അടുത്തേക്ക്, ലാബാന്റെ അടുത്തേക്ക്.
അമ്മാവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. പോകുന്നതിൻ്റെ ഇടയിൽ കുറ്റബോധം കൊണ്ട് തല താഴ്ത്തുന്നു. നമ്മൾ ഓർക്കണം, അന്യായമായി നമ്മുടെ വീട്ടിൽ എന്തു വന്ന് കയറിയാലും അത് നമുക്ക് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, നമുക്കോ നമ്മുടെ വരും തലമുറകൾക്കോ ദോഷമേ ചെയ്യൂ. എല്ലാ പാപത്തിനോട് ചേർന്നും ഒരു സ്റ്റോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. There is a storm attached to every sin എന്ന് പറയും. ഏതൊരു പാപത്തിനോട് ചേർന്നും ഒരു കൊടുങ്കാറ്റ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൈവം ശിക്ഷിക്കുന്നതല്ല, മറിച്ച് അത് പാപത്തിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തിക്കൊണ്ട് ചെറുപ്പക്കാരൻ പോവുകയാണ്. അവൻ പ്രാണരക്ഷാർത്ഥമാണ് പോകുന്നതിൻ്റെ ഇടയിലാണ് അവൻ കുറേ സമയം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിലവിളിച്ചു. അവൻ ചെയ്തു പോയിട്ടുള്ള കഴിഞ്ഞ കാലത്തിൽ ഓർക്കുന്ന അവൻ്റെ ഓർമ്മ പുസ്തകത്തിൽ ഒരു നല്ല അധ്യായം അവൻ ഓർത്തെടുക്കാനില്ല. അതുകൊണ്ട് വല്ലാത്ത ദുഃഖത്തിലും വല്ലാത്ത വേദനയിലുമായി അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു കല്ലെടുത്ത് തലയണയാക്കി അവൻ വിശ്രമിക്കുന്ന സമയത്ത് ഒരു ദർശനം അവൻ കാണുകയാണ്. ആ ദർശനം എങ്ങനെയാണ്? ഒരു ഗോവണി. ആ ഗോവണിയിൽ അത് ഭൂമിയിൽ താണിരിക്കുന്നു, സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു. അങ്ങിങ്ങായിരിക്കുന്ന ഗോവണിയിൽ ദൈവദൂതന്മാർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. സഭാപിതാക്കളും മാതാക്കളും അത് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ഉന്നതമായ സാന്നിധ്യം യാക്കോബിൻ്റെ മേൽ ഇറങ്ങി വന്നു. ആരും ഇല്ലാതിരുന്ന യാക്കോബിന്, മാതാപിതാക്കളില്ല, ജ്യേഷ്ഠനായ ഏസാവ് വീട്ടിൽ എപ്പോൾ യാക്കോബ് തിരിച്ചു വന്നാലും കൊല്ലാൻ കരുതി നിൽക്കുകയാണ്. കാരണം വഞ്ചിച്ചിട്ടാണ് അവൻ പോയിരിക്കുന്നത്. അങ്ങനെ സഹോദരങ്ങളില്ലാതെ മാതാപിതാക്കളില്ലാതെ ഓർത്തെടുക്കാൻ പുണ്യങ്ങളോ സുഹൃതങ്ങളോ ഒന്നുമില്ലാതെ കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി മേഘാവൃതമായി കിടക്കുന്ന രാത്രിയിൽ ഇവൻ പതുക്കെ മയങ്ങുമ്പോഴാണ് ഇവൻ കാണുന്നത്, ഇതാ ഒരു ഗോവണി. ആരും എനിക്കില്ല എങ്കിലും ദൈവദൂതന്മാരുടെ അകമ്പടി എന്നെ സേവിക്കാനായിട്ട് വരുമെന്ന്. ആ സമയമാണ് യാക്കോബിൻ്റെ ഇടയിൽ മനസ്സിൽ വലിയ മാനസാന്തരം ഉണ്ടാകുന്നത്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യാക്കോബും ദൈവദൂതനുമായി മൽപ്പിടുത്തമാണ്. സഭാപിതാക്കളും മാതാക്കളും വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവവുമായുള്ള മൽപ്പിടുത്തമാണ്, ഇതൊരു ആത്മീയമായ സമരമാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ആ ഭാഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ഒരാത്മീയ യുദ്ധത്തിൽ വിജയിക്കാനുള്ള അവസരം തരും. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ദൈവദൂതൻ യാക്കോബുമായി മത്സരിച്ചിട്ട് ദൈവദൂതൻ തോക്കുകയാണ്. അതെങ്ങനെയാ ദൈവദൂതൻ തോക്കുവോ? ദൈവത്തിന് തോക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മളെപ്പോലുള്ള കൃമിയായ മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ നല്ല അപ്പന്മാരും നല്ല അമ്മമാരും അല്ലേ? നമ്മൾ ചിലപ്പോൾ പിള്ളേരുടെ അടുത്ത് എന്താ പിടിക്കാറുള്ളത്? ഈ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാറുണ്ട് അല്ലേ? ഇതിങ്ങനെ പിടിച്ച് നല്ല അപ്പന്മാർ പിള്ളേരെ വിജയിപ്പിക്കും. പിള്ളേരെ വിജയിപ്പിക്കാൻ വേണ്ടി അപ്പന്മാർ എന്ത് ചെയ്യും? അപ്പന്മാർ തോറ്റു കൊടുക്കും, അമ്മമാർ തോറ്റു കൊടുക്കും. അമ്മമാരും അപ്പന്മാരും തോറ്റു കൊടുക്കുന്നത് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല. സ്വർഗത്തിലെ അബ്ബ ആരോഗ്യമില്ലാതിരുന്നിട്ടല്ല. ആത്മീയ യുദ്ധത്തിൽ യാക്കോബ് എങ്ങനെ വിജയിക്കണമെന്ന് പതുക്കെ അവൻ പരിശീലിക്കണം. കാരണം നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിയുമ്പോൾ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ ചരാചരങ്ങൾ വാഴ്ത്തിപ്പാടാനായിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആത്മീയമായ യുദ്ധത്തിൽ ഈ മകൻ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് ദൈവം തോറ്റു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ ഓർക്കണം, ജാഗരണ പ്രാർത്ഥനയിൽ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പിടിവാശിക്ക് മുമ്പിൽ, നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന പിടിവാശിക്ക് മുമ്പിൽ പിടിവിടുന്ന കർത്താവിനെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ചേർന്നൊന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്, മറക്കരുത്. രാത്രിയിലെ പ്രാർത്ഥനയിൽ സുവിശേഷ അടിസ്ഥാനമായി ഒട്ടേറെ വാഗ്ദാനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 1-ാമത്തെ വാഗ്ദാനം ഇതാണ്: നിങ്ങൾ ജാഗരണ പ്രാർത്ഥന കഴിഞ്ഞ് രാത്രിയിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു തീരുമാനത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളമായി അനുഗ്രഹിക്കും. കാരണം ഒരു രാവ് മുഴുവൻ അവൻ മലയിൽ പ്രാർത്ഥിച്ചിട്ട്
പ്രഭാതത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അപ്പസ്തോലന്മാരായി 12 പേരെ നിയോഗിച്ചു. രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് പ്രഭാതത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന്. രണ്ടാമത് നമ്മൾ കണ്ടു, രാത്രിയിൽ ദൈവമക്കൾ ഏറ്റവും കഠിനമായ യാതനയിലും ശേഷിക്കുന്ന ജീവനിൽ ചുണ്ടുകൾ ചലിപ്പിച്ച് ഹൃദയങ്ങൾ ചലിപ്പിച്ച് കർത്താവിന് ആരാധനയും മഹത്വവും പാടുന്ന നേരത്ത് കെട്ടുപാടുകളിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കും. അഡിക്ഷൻസിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കും. ഒരു പക്ഷേ നമ്മളുടെ ഭവനത്തിലെ അംഗങ്ങൾ നമ്മളോടൊപ്പമില്ല. വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്ന് ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന പ്രിയപ്പെട്ടവരെ, മകൻ ഡ്രഗ് എടുക്കുന്നു എന്ന കാരണത്താൽ വേദനിക്കുന്ന ഒരാളായിരിക്കാം. അവൻ ഇനി പള്ളിയിൽ കയറുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളായിരിക്കാം. നിനക്ക് അവൻ്റെ മേൽ അപ്പനായ അമ്മയായ നിനക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ എല്ലാ കാലത്തേക്കുമായി പള്ളിയോട് വിട പറഞ്ഞു, ദൈവത്തോട് വിട പറഞ്ഞു. പക്ഷേ പൗലോസും സീലാസും പൂട്ടപ്പെട്ട ചങ്ങലയിൽ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടിയതുപോലെ തന്നെ നമ്മൾ ദൈവമക്കളായ മനുഷ്യർ ഒന്ന് ചേർന്ന് ആരാധിച്ച് ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി ആരാധിക്കുമ്പോൾ കെട്ടപ്പെട്ട വ്യക്തികൾ, അത് മക്കളായിരിക്കാം, പ്രിയപ്പെട്ടവരായിരിക്കാം, സംവിധാനങ്ങളായിരിക്കാം, ശുശ്രൂഷകളായിരിക്കാം, ഇടവകകളിലെ കെട്ടപ്പെട്ട അവസ്ഥകളായിരിക്കാം, ഒരുമിച്ച് ആരാധിച്ച് മഹത്വപ്പെടുന്ന സമയത്ത് അവിടെ ഒരു ചലനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കും. അവിടെ ദൈവം ഒരു മാറ്റം വരുത്തും. ഇതാണ് ഈ ദൈവം ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പിടിവാശിക്ക് മുമ്പിൽ ദൈവം പിടിവിടും. കാര്യമായി നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം ഇടപെടും. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, വലിയ ഒരു പാറയെ പൊട്ടിക്കുന്നതിന് സമാനമാണ് ചില പ്രാർത്ഥന. നമുക്കറിയാം, ഒരു കൂടം കൊണ്ട് ഒരു വലിയ പാറയെ നമ്മൾ ഇടിച്ചാൽ എന്തു പറ്റും? പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. ആ കൂടവും ചിലപ്പോൾ ഒടിയും. ആ കൂടത്തിൻ്റെ ആ ഭാഗം നമ്മുടെ തലയിൽ തെറിച്ച് നമ്മളും വീണു പോകും. ഒന്നും സംഭവിക്കുന്നതായി നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, ഏതൊരു പ്രാർത്ഥന നടത്തുമ്പോഴും അപ്പുറത്ത് തിന്മയുടെ ഗോപുരങ്ങൾ തകർന്നു വീഴുന്നുണ്ട്. നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആവർത്തിച്ച് ആ കഠിനമായ ആ കരിമ്പാറയെ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയേൻ. ഒറ്റയടിക്ക് അത് പൊട്ടിയില്ല, രണ്ടാമത്തതിനും പൊട്ടിയില്ല. ആവർത്തിച്ച് പൊട്ടുമ്പോൾ അതിൻ്റെ അകത്തളങ്ങളിൽ മാറ്റം നടക്കുന്നത് കൊണ്ട് ഒരു നിർണായകമായ സമയത്ത് അത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. അത് ചിന്ന ഭിന്നമാവുക തന്നെ ചെയ്യും. ഇതുപോലെയാണ് ചില പ്രാർത്ഥനകൾ. കണ്ടിന്യൂസ് ആയി പെർസിസ്റ്റൻ്റായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹിതമനുസരിച്ച് ആ മേഖലയിൽ നിർണായകമായ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന അധികമായി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും സമയം അവരെല്ലാം അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ വിശുദ്ധ ജലം തളിച്ച് നമ്മളെ തന്നെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെയെല്ലാം ആശീർവദിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. നമ്മൾ മറക്കരുത്, ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ്. വിശ്വാസത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. വിശ്വസിക്കുന്നവർക്കുള്ളതാണത്. നമുക്കൊന്ന് കണ്ണുകളടച്ച് ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ മാത്രം ശബ്ദം ഉയർത്തിയാൽ മതി. അല്ലാത്തവർ ശാന്തമായി പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കാണണം, നിങ്ങളുടെ മനസ്സ് കർത്താവിന് കാണണം. അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ അടുത്തേക്ക് മാത്രമല്ല, ഇന്ന് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിലും ഈ പ്രാർത്ഥനയിലും ഈ വചന ശുശ്രൂഷയിലും പങ്കുകാരാകുന്ന ദൈവമക്കളുടെ വീട്ടിലേക്ക് കർത്താവ് വരും. മക്കളുടെ മുറിയിലേക്ക് കടക്കാൻ അനുവാദമില്ലാത്ത മാതാപിതാക്കളുണ്ട്. എന്നാൽ ഈശോയ്ക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആ മുറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. മക്കളുടെ വ്യക്തി ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത മാതാപിതാക്കളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് എല്ലാ ഭാഗത്തേക്കും കടക്കാനായിട്ട് കഴിയും. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആരും അറിയുന്നില്ല. ഓ ദൈവത്തിൻ്റെ ചൈതന്യമേ, കെട്ടപ്പെട്ട ഭവനങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ. തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് ദൈവമക്കളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ശക്തമായ കരം
പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കിടന്ന ജയിലറയിൽ കടന്നു വന്നതുപോലെ ഈ സന്ധിയിൽ ഞങ്ങളുടെ മേൽ കടന്നു വരണമേ. സ്നേഹത്തോടെ നമുക്കൊന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ മഹത്വത്തിന്റെ സാന്നിധ്യം കടന്നു വരട്ടെ, ദൈവശക്തി കടന്നു വരട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കെട്ടപ്പെട്ട ഭവനങ്ങൾ മോചിതം പ്രാപിക്കട്ടെ, ദുശീലങ്ങൾ ദൈവമക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവമക്കൾ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അവിടെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വാധീനങ്ങളെല്ലാം അകന്നു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും വഴിയട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ അകന്നു പോകട്ടെ. എല്ലാ ഭാരങ്ങളും ദൈവമക്കൾ വിമോചനം പ്രാപിക്കട്ടെ. തിന്മയുടെ മുഖങ്ങളെ എടുത്തു മാറ്റം ചെയ്യപ്പെടട്ടെ. കർത്താവിന്റെ കരം എല്ലാ ദൈവമക്കളെയും തൊടട്ടെ. ഈശോയുടെ സാന്നിധ്യം കൊണ്ട് എല്ലാവരും നിറയപ്പെടട്ടെ. അനുഗ്രഹത്തിന്റെ ചാലുകൾ തുറക്കപ്പെടട്ടെ. എഫാത്ത എന്ന് കൽപ്പിക്കുന്നു, തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടയപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടട്ടെ. സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ. സുവിശേഷത്തിലുള്ള വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഭവനങ്ങൾ തുറക്കപ്പെടട്ടെ. കുടുംബങ്ങൾ തുറക്കപ്പെടട്ടെ. വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടട്ടെ. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കെട്ടപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടട്ടെ. കർത്താവിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ കൈകളിൽ വിശുദ്ധ കുരിശോ ജപമാലയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാലയിലുള്ള ചെറിയ ക്രോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വിശുദ്ധ വസ്തു നിങ്ങളുടെ കൈകളിലെടുത്ത് പിടിക്കുക. ഈ ശുശ്രൂഷയിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് പങ്കുകാരാകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൈകളിൽ ഒരു വിശുദ്ധ കുരിശോ ഏതെങ്കിലും വിശുദ്ധമായ രൂപമോ സ്നേഹത്തോടെ കൈകളിലെടുക്കുക. നമ്മൾ ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ സ്നേഹത്തോടെ കർത്താവിൻ്റെ കുരിശിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ആ വിശുദ്ധമായ രൂപം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇനി അങ്ങനെ ഒരു രൂപം കൈകളിൽ ഇല്ലാത്തവർ നിങ്ങളുടെ വലതുകരം ഒന്ന് സ്നേഹത്തോടെ ഉയർത്തിപ്പിടിക്കുക. ചൊല്ലിത്തരുന്നവ ഏറ്റു ചൊല്ലുക.
ഇതാ കർത്താവിൻ്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിൻ്റെ കുരിശ്. ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റു പറയുക, ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വിശുദ്ധ ജലം തെളിച്ച് ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു സർവശക്തനാമേശുനാമത്തിൽ. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു സർവശക്തനാമേശുനാമത്തിൽ. അന്ധകാരമേ ബന്ധനങ്ങളെ വിട്ടുപോവുക. അന്ധകാരമേ ബന്ധനങ്ങളെ വിട്ടുപോക. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു സർവശക്തനാമേശുനാമത്തിൽ. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു സർവശക്തനാമേശുനാമത്തിൽ. തകർച്ചകളെ തളർച്ചകളെ വിട്ടുപോവുക. തകർച്ചകളെ തളർച്ചകളെ വിട്ടുപോക. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു സർവശക്തനാമേശുനാമത്തിൽ. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു സർവശക്തനാമേശുനാമത്തിൽ. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു സർവശക്തനാമേശുനാമത്തിൽ. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു സർവശക്തനാമേശുനാമത്തിൽ. Praise the Lord. Praise the Lord. നമുക്ക് കൂടുതലായി ഇനി ഈ വർഷം നമ്മൾ ദൈവം അനുവദിച്ചാൽ ഒരുക്കുന്ന ഡാനിയൽ ഫാസ്റ്റിൽ നമുക്ക് ഒരുമിച്ച് ഇത്തരം പ്രാർത്ഥനകൾ കൂടുതലായിട്ട് ചെലവഴിക്കാം. ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ വർഷം 2025 ആണ്ട് ജൂബിലി വർഷം ഒക്ടോബർ മാസം 12 തീയതി മുതൽ നവംബർ മാസം 1 തീയതി സകല വിശുദ്ധരുടെയും തിരുനാൾ വരെയുള്ള 21 ദിവസങ്ങൾ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ഷാലോം ടിവിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഡാനിയൽ ഫാസ്റ്റിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇടവരും. ഒരു കരമുയർത്തുന്നു പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. നമുക്ക് ആരാധനയ്ക്ക് മുമ്പ് ദൈവത്തിൻ്റെ വചനം കേൾക്കണ്ടേ? ദൈവവചനം പറഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളു. അപ്പോൾ ഒരു ദൈവവചന ഭാഗം നമ്മൾ ധ്യാനിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. സഹോദരങ്ങളെ, ദൈവം തിരഞ്ഞെടുക്കുന്ന എല്ലാ മനുഷ്യരുടെ മേലും 4 കാര്യങ്ങൾ ദൈവം ചെയ്യും. അതാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ദൈവം ഏതെല്ലാം മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നുണ്ടോ അവരുടെ മേൽ ദൈവം 4 കാര്യങ്ങൾ ചെയ്യും. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തലയെങ്കിലും പാട്ട് ഉണ്ട്. ദൈവം തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവം ഈ 4 കാര്യങ്ങൾ ചെയ്യും. ഒന്നാമത് ചെയ്യുന്ന കാര്യം ഇതാണ്:
അവൻ നമ്മളെ എടുക്കും. അവൻ നമ്മളെ എടുക്കും, കൈകളിലെടുക്കും. 2, അവൻ ചെയ്യുന്നത് അവൻ ആശീർവദിച്ച് അനുഗ്രഹിക്കും. 3, അവൻ ചെയ്യുന്നത് നമ്മളെ മുറിക്കും. 4, അവൻ ചെയ്യുന്നത് നമ്മളെ കൊടുക്കും. ഒരിക്കൽ കൂടി പറയാം, ദൈവം ആരെല്ലാം ഈ പ്രപഞ്ചത്തിൽ സ്നേഹിക്കുന്നുണ്ടോ അവനെ സ്നേഹിക്കാൻ തൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ ആരൊക്കെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടോ അവരെല്ലാം ദൈവം കർത്താവ് ചെയ്യുന്ന 4 പ്രവർത്തികളുണ്ട് അവൻ്റെ മേൽ. ഒന്നാമത്, ആ വ്യക്തിയെ ദൈവം കൈകളിലെടുക്കും, സ്നേഹത്തോടെ കൈകളിലെടുക്കും. 2, ആ വ്യക്തിയെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് ആശീർവദിച്ച് സമ്പന്നമാക്കും. 3, ചെയ്യുന്നത് ആ വ്യക്തിയെ മുറിക്കും. 4, ആ വ്യക്തിയിലൂടെ ധാരാളം കൃപാവരങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കും. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ ഓർക്കണം, ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 30 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ അപ്പം എടുത്തു, ആശീർവദിച്ചു, മുറിച്ചു, കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അപ്പം എടുത്തു, ആശീർവദിച്ചു, മുറിച്ചു, കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ അപ്പം എടുത്തു, ആശീർവദിച്ചു, മുറിച്ചു, കൊടുത്തു. 1 കൊറിന്ത്യൻസ് 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അപ്പം എടുത്തു, ആശീർവദിച്ചു, മുറിച്ചു, കൊടുത്തു. അപ്പത്തിൻ്റെ മേൽ ഈശോ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ദൈവം ഒരു മനുഷ്യൻ്റെ മേലും ചെയ്യും. അപ്പത്തിൻ്റെ മേൽ ഒരു പുരോഹിതൻ, ബലിവസ്തുവാണ് അപ്പം. ഈ ബലിവസ്തുവിൻ്റെ മേൽ ഒരു പുരോഹിതൻ കുർബാനയുടെ സമയത്ത് ചെയ്യുന്ന 4 കാര്യങ്ങളും പുരോഹിതൻ, ഇതാ നിത്യപുരോഹിതനായ ഈശോ ഒരു മനുഷ്യൻ്റെ മേൽ ചെയ്യും. ഒന്നാമത് ചെയ്യുന്ന പ്രവൃത്തി, ഹീ took the bread, അവൻ അപ്പം എടുത്തു. ഇതുപോലെ തന്നെയാണ് അവൻ നമ്മളെ എടുക്കുന്നത്. അനേകം പേരിൽ നിന്ന് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? ഉദാഹരണത്തിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇതാ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ അനേകർക്ക് അനുഗ്രഹമാക്കി ഞാൻ മാറ്റും. ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം, എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഓർക്കണം, ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അനുഭവം സന്തോഷമാണ്. സന്തോഷമാണ്. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനം കൂടുന്ന നേരത്ത് എന്നോട് ധ്യാനം കഴിഞ്ഞപ്പോൾ ആ ധ്യാന ഒരു അച്ഛൻ പറഞ്ഞു, മോനെ, 16-ാമത്തെ വയസ്സിലാണ്, മോനെ ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ തുള്ളിച്ചാടുകയാണോ എന്താണ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഈശോ നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യമാണ്. ചെറുപ്പക്കാർ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നുണ്ടല്ലോ. ചെറുപ്പക്കാരായിട്ടുള്ളവരെ ഓർക്കുക, നമ്മളൊരു ഫുട്ബോൾ കളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടീം ലീഡർ നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു ടീമിൻ്റെ അംഗമായി നമ്മളെ തിരഞ്ഞെടുക്കുന്ന നേരത്ത് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. എങ്കിൽ യഥാർത്ഥ ടീം ലീഡറായ കർത്താവ് അവൻ നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും? അപ്പോൾ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഈ കുർബാന ചെല്ലുന്ന നേരത്ത് മക്കളുടെ കുർബാനയ്ക്ക് കൂടുന്ന പിള്ളേരുണ്ടോ? ഒന്ന് കൈപൊക്കിയേൻ. മിടുക. കുർബാനയ്ക്ക് കൂടുമ്പോൾ നമ്മൾ അച്ഛൻ്റെ അടുത്ത് എന്നുകൊണ്ട് കൈതാത്തിക്കും. കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ ഒരു ഓസ്തി എടുക്കാനായിട്ടൊരു പാത്രം ഇങ്ങനെ തുറന്നു കൊടുക്കും, അല്ലേ? പാത്രം ഇങ്ങനെ തുറന്നു കൊടുക്കുന്ന നേരത്ത് ഞാൻ ചെറുപ്പത്തിൽ മക്കളെ പോലെ കുർബാനയ്ക്ക് കൂടുന്ന നേരത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ അപ്പങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപ്പങ്ങൾ കിടന്ന് ഫൈറ്റ് ചെയ്യും. എന്തിനാണ്? എന്നെ എടുത്തെങ്കിൽ എന്ന്. കാരണം എന്താണ്? ഏത് അപ്പത്തെയാണോ എടുക്കുന്നത് ആ അപ്പമാണ് ഈശോയായി മാറുന്നത്, അല്ലേ? കുറച്ചൊരു ആലങ്കാരികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഏത് അപ്പത്തെയാണോ എടുക്കുന്നത് ആ അപ്പമാണ് ഈശോയായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ തുറന്നു കാണിക്കുന്ന നേരത്ത് നമ്മൾ ഓൾട്ടർ ബോയ്സ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഏതപ്പമാണ് അച്ഛൻ എടുക്കുന്നത്, ഏതപ്പമാണ് അച്ഛൻ എടുക്കുന്നത്. അപ്പം അപ്പം ചിന്തിക്കുകയാണ്, എന്നെ എടുത്തെങ്കിൽ.
അപ്പൊ തെരഞ്ഞെടുപ്പ് വലിയ സന്തോഷമാണ്. ഈശോ പറയുകയാണ്, ഇതാ ഹി ടുക്ക് ദ ബ്രെഡ്, അവൻ അപ്പം എടുത്തു. എടുക്കുന്ന നേരത്ത് ശരിയാണ്, സംഭ്രമമുണ്ട്, എവിടേക്കാണ് പോകണമെന്ന് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ എങ്കിലും വലിയ ആനന്ദമാണ്. ഞാൻ ഓർക്കുകയാണ്, പ്രത്യേകിച്ചും ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന ഹൈസ്കൂൾ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു പ്രോഗ്രാം ഒരു ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഉണ്ട്. അത് ഈ ചോസൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. ചോസൻ എന്ന് പറഞ്ഞ് ഈശോയുടെ പരസ്യകാല ജീവിതത്തെ മുഴുവൻ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സീരീസാണ് ചോസൻ എന്ന് പറയുന്നത്. അതിൽ ഒരു ഭാഗമുണ്ട്, അത് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അതിൽ മത്തായിയെ ഈശോ വിളിക്കുന്ന ഭാഗമാണ്. മത്തായിയുടെ മറ്റൊരു പേര് ലേവി എന്നാണ്. അപ്പോൾ മത്തായിയുടെ ജോലി എന്തായിരുന്നു? ചുങ്കം പിരിക്കുകയാണ്. അപ്പോൾ അവൻ ഇങ്ങനൊരു ബൂത്തിൽ നിൽക്കുന്നു, ചുങ്കം പിരിക്കുകയാണ്. അപ്പം ചുങ്കം പിരിക്കുന്നതിൻ്റെ ആ ബൂത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു സോൾജിയർ നിൽക്കുന്നുണ്ട്. ആരും ബഹളം ഉണ്ടാക്കാതെ കൃത്യമായിട്ട് ആ ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇരിക്കണ നേരത്താണ് ഈശോ അതിൽ കൂടെ നടന്നു പോണത്. പത്രോസുണ്ട്, മറ്റേതാനും ശിഷ്യന്മാർ കൂട്ടത്തിലുണ്ട്. നടന്നു പോകണ നേരത്ത് ഈശോ അങ്ങോട്ടേക്ക് നോക്കി. അപ്പുറത്ത് മത്തായി ആകട്ടെ തൻ്റെ ചുങ്കം പിരിക്കുന്നുണ്ടെങ്കിലും, കൊള്ളാവുന്നൊരു ജോലി ഉണ്ടെങ്കിലും, അത്യാവശ്യം സെക്യൂർഡ് ആണ് ലൈഫെങ്കിലും അവന് ഫുൾഫിൽമെൻ്റ് ഇല്ല. നമ്മൾ ഓർക്കണം, ഈശോ ഇല്ലാത്ത ജീവിതം ഒരിക്കലും ഫുൾഫിൽഡ് ആയ ഒരു ജീവിതമാകാൻ ഇടയില്ല. അവർ എന്തോ തേടുന്നുണ്ട്, എന്തോ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനുഗ്രഹീതനായ ബെനഡിക്റ്റ് പാപ്പ യുവജന സമ്മേളനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് യുവാക്കളോട്: പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന്, നിങ്ങൾക്ക് അനുഭവിക്കാൻ അവകാശമുള്ള ഒരു സന്തോഷത്തിന് ഒരു പേരുണ്ട്, ഒരു മുഖവുമുണ്ട്. ആ പേര് നസ്രായനായ യേശുവെന്നാണ്, ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഈശോ എന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞതാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന്, നിങ്ങൾക്ക് അനുഭവിക്കാൻ അവകാശമുള്ള സന്തോഷത്തിന് ഒരു പേരുണ്ട്, ഒരു മുഖവുമുണ്ട്. ആ പേര് നസ്രായനായ യേശുവെന്നാണ്, ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഈശോ. കഥയിലേക്ക് മടങ്ങി വരാം. ഇതാ മത്തായി ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഫുൾഫിൽഡ് അല്ല ആ ലൈഫ്. പൈസയുണ്ടെങ്കിലും സെക്യൂർഡ് ആണെങ്കിലും ആ ലൈഫിൽ ഒരുപാട് ശൂന്യതയുണ്ട്. അതുകൊണ്ടാണ് അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നേരത്താണ് ഈശോ നടന്ന് മുന്നോട്ട് പോകുന്നത്. ഈശോ അങ്ങോട്ട് നോക്കിക്കൊണ്ട് പറയുകയാണ്, മത്തായി, മാത്യു കം, മാത്യു കം, മാത്യു കം ഓൺ. ഇത് പറയണ നേരത്ത് മത്തായി ഭയങ്കര സന്തോഷിക്കുകയാണ്. അൽഫയൂസിന്റെ പുത്രനായ മാത്യു, നീ എൻ്റെ കൂടെ വരിക. അവൻ എന്താ ചെയ്തെന്നറിയാവോ? അതിൽ കാണുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ കയ്യിലുണ്ടായ പൈസയും അതും ആ മേശയൊക്കെ മാറ്റി വെച്ചിട്ട് അവൻ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ബൂത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് റോമൻ സോൾജിയർ പുറത്ത് നിൽക്കുന്നുണ്ട്. അയാൾ ചോദിച്ചു, നിനക്ക് ഭ്രാന്തുണ്ടോ? കാരണം ഒന്നാമതൊരു ജോലി നിനക്കുണ്ട്, എന്നിട്ട് നീ ഈ സ്ട്രീറ്റ് പ്രീച്ചർ എന്നാണ് ഈശോയെ വിളിക്കുന്നത്. സ്ട്രീറ്റ് പ്രീച്ചർ, വഴിയിലൂടെ പ്രീച്ച് ചെയ്ത് നടക്കുന്ന, ജോലിയില്ലാത്ത ഈ സ്ട്രീറ്റ് പ്രീച്ചറായ നസ്രായനായ യേശുവിൻ്റെ പിറകെ നീ പോവുകയാണ്. അവൻ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, ഈ വില കുറഞ്ഞ പബ്ലിക് ബൂത്ത് വേണ്ട, അല്ലെങ്കിൽ ഈ ടാക്സിൻ്റെ ബൂത്ത് വേണ്ട, മറിച്ച് ഈ സ്ട്രീറ്റ് പ്രീച്ചറുടെ കൂട്ടത്തിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കരമായി സന്തോഷിച്ച് പോവുകയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഹി ടുക്ക് ദ ബ്രെഡ്, ഹി ടുക്ക് ദ ബ്രെഡ്. ആ അപ്പത്തെ എടുത്തു. മാത്യു എന്ന് പറയുന്ന അപ്പത്തെ എടുത്തു. മോശ എന്ന് പറയുന്ന അപ്പത്തെ എടുത്തു. അവൻ എടുക്കുന്നു. നമ്മളെ എല്ലാവരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ ഓർക്കുക, എവിടെയൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകാൻ ദൈവം നിങ്ങൾക്ക് ഈ രാത്രിയിൽ അവസരം തന്നിട്ടുണ്ടോ, ദൈവം നിങ്ങളെ എടുത്തിട്ടുണ്ട്. ആ അപ്പത്തെ എടുക്കുന്നത് പോലെ ദൈവം നിർണായകമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മേൽ ദൈവം ചെയ്യാനിരിക്കുന്നു. ചേർന്നൊന്ന് പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ. എടുത്തു. രണ്ടാമത് അവൻ ചെയ്യുന്നത്, എടുക്കുന്ന അപ്പത്തെ അവൻ വാഴ്ത്തും. അതാണ് നമ്മൾ വായിക്കുന്നത്, ഹി ടുക്ക് ദ ബ്രെഡ്. രണ്ടാമത്തെ പ്രക്രിയ എങ്ങനെയാണ്? ഹി ബ്ലസ് ദ ബ്രെഡ്. അപ്പത്തെ അവൻ ആശീർവദിച്ചു. എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് ആ അപ്പത്തെ എന്ന് പറഞ്ഞ വ്യക്തിയെ, എന്നെ, നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു. നമുക്ക് കൂട്ടത്തിൽ ഓർക്കാനും ചിന്തിക്കാനും പഠിക്കാനുമായി മോശ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം എടുക്കാം. അപ്പോൾ ഓർക്കാനും പഠിക്കാനും ഭയങ്കരമായി എളുപ്പമാണ്. മോശ, നിങ്ങൾക്കറിയാമല്ലോ, പുറപ്പാടിൻ്റെ പുസ്തകം ആരംഭത്തിലാണ്
മോശയെ നമ്മൾ പരിചയപ്പെടുന്നത്. മോശ ഒരു ഇസ്രായേൽ വംശത്തിൽ പിറന്നവൻ, അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽ പിറന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതാ, അന്ന് ഇസ്രായേൽ മുഴുവൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിലാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരിക്കെ ഇങ്ങനെ അവർ എണ്ണത്തിൽ പെരുകുന്നു. ഹെബ്രായർ എന്നു പേരുള്ള ഇസ്രായേൽ എണ്ണത്തിൽ പെരുകുന്നു. കാനാൻ ദേശം സ്വന്തമാക്കുന്നത് വരെ അവരുടെ പേര് ഹെബ്രായർ എന്നായിരുന്നു. കാനാൻ ദേശം സ്വന്തമാക്കിയതിന് ശേഷം ഹെബ്രായരുടെ പേര് ഇസ്രായേൽ എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അന്ന് അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിലാണ്. പക്ഷെ ഇവർ എണ്ണത്തിൽ പെരുകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫറവോ ചിന്തിച്ചു, ഇത് നമ്മുടെ രാജ്യത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കും. കാരണം അടിമകളായി വന്നിരിക്കുന്ന ആളുകൾ എണ്ണത്തിൽ പെരുകുന്നു. മാത്രമല്ല സുമുഖരായ ചെറുപ്പക്കാരാണ് അവർ യുദ്ധത്തിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളാണ്. അവർ വളർന്നാൽ മിക്കവാറും നമുക്ക് ഭീഷണിയാണ്. ആ സമയത്താണ് ഫറവോ ഓർഡർ ഇടുന്നത്. നമ്മൾ ഓർക്കണം, ഫറവോ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, മറിച്ച് ഒരു സ്ഥാനത്തിൻ്റെ പേരാണ്. അപ്പം അന്ന് ഒരുപാട് ഫറവോമാരുണ്ടായിരുന്നു. അന്ന് ജീവിച്ചിരുന്ന ഫറവോ ഓർഡർ ഇടുകയാണ്, എല്ലാ ആൺകുഞ്ഞുങ്ങളെയും, ഹെബ്രായ വംശത്തിൽ പിറന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണം. അങ്ങനെ എല്ലാവരെയും കൊന്നുകളയുന്നു. അവസാനം ശേഷിക്കുന്നത് അമ്മ 3 മാസക്കാലം പൊതിഞ്ഞ് കരയുന്ന നേരത്ത് കൊച്ചിൻ്റെ വാ പൊത്തിയും ഹൃദയമിടിപ്പുകൾ പോലും ഫറവോയുടെ പട്ടാളം കേൾക്കരുത് എന്ന് ഭാവിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ ചേർത്ത് പിടിക്കുകയും ചെയ്ത മോശ എന്ന് പറയുന്ന കുഞ്ഞു മാത്രമാണുള്ളത്. 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി, ഈ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുക സാധ്യമല്ല, ഫറവോയുടെ പട്ടാളം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അമ്മ എന്ത് ചെയ്തു? നമ്മൾ വായിക്കും, പെട്ടകമുണ്ടാക്കി ഞാങ്ങണ ചെടിയുടെ സമീപത്ത് കൊണ്ടുവന്ന്, നൈൽ നദിയുടെ സമീപത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഈ നേരത്താണ് ഫറവോയുടെ പുത്രി കുളിക്കാനായിട്ട് ഇറങ്ങുന്നത്. തോഴിമാരുമുണ്ട്. തോഴിമാരാണ് കുഞ്ഞിനെ ആദ്യം കാണുന്നത്. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 2 വായിക്കുന്നത് എങ്ങനെയാണ്? കുഞ്ഞിനെ കണ്ട മാത്രയിൽ കുഞ്ഞ് കരയുകയായിരുന്നു. പക്ഷേ ദൈവം ആ കുഞ്ഞിനെ എടുക്കാൻ അനുവദിച്ചു. ഹി ടുക്ക് ദ ബ്രെഡ്. നമ്മൾ ഓർക്കണം, ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും മരിച്ചുപോയി, അല്ലെങ്കിൽ നൈൽ നദിയിൽ ഒഴുക്കി ഫറവോയുടെ പട്ടാളം കൊന്നുകളഞ്ഞു. എന്നാൽ മോശ എന്ന് പറയുന്ന ആൺകുഞ്ഞിനെ കാക്കുവാൻ ദൈവം തിരുവുള്ളവായി. കുഞ്ഞിനെടുത്തു. ഈ കുഞ്ഞിനെടുത്തിട്ട് കുഞ്ഞ് എവിടെയാണ് താമസിക്കുന്നത്? കുഞ്ഞ് താമസിക്കുന്നത് ഫറവോയുടെ കൊട്ടാരത്തിലാണ്. എല്ലാ സുഖസമൃദ്ധിയിലും ഈ കുഞ്ഞ് ജീവിക്കുകയാണ്. 1-2 ദിവസമല്ല, 40 വർഷം, 4 പതിറ്റാണ്ട് കാലം നല്ല ഭക്ഷണം, നല്ല ദൈവശാസ്ത്രം, ഈജിപ്തിനെ കുറിച്ചുള്ള മുഴുവൻ തത്വങ്ങളും മോശ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പഠിക്കുന്നത് ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും മോശ പഠിച്ചു. ഇഷ്ടംപോലെ ഭക്ഷണം, നല്ല വസ്ത്രം, നെക്സ്റ്റ് ദ കിങ് ആയി അവൻ ജീവിക്കുന്നു. എല്ലാ ആഡംബരത്തിനും കഴിയുകയാണ്. ഇടയ്ക്കിടെ അടിമത്തത്തിൽ കഴിയുന്ന ജനങ്ങളുടെ അടുത്തേക്ക് ഇവൻ ചെല്ലുന്ന നേരത്ത് അവിടെയുള്ള ആളുകൾ പറയും, ജനിക്കണമെങ്കിൽ മോശയായിട്ട് ജനിക്കണം. നോക്കിയേൻ, ഞങ്ങളൊക്കെ കഠിനമായ ദാരിദ്ര്യത്തിൽ കഴിയുന്ന നേരത്ത് മോശയ്ക്ക് ദൈവം നൽകിയ ഭാഗ്യം നോക്കിയേൻ, അവൻ ഫറവോയുടെ കൊട്ടാരത്തിൽ കഴിയുന്നു. ഹി ബ്ലസ് ദ ബ്രെഡ്. സഹോദരങ്ങളെ, ദൈവം വിളിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം ചെയ്യുന്ന പ്രക്രിയ എങ്ങനെയാണ്? എടുത്താൽ പിന്നെ അനുഗ്രഹിക്കും, എല്ലാവിധത്തിലും അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി 3ാമത്തെ ഭാഗത്തേക്ക് പോകുകയാണ്. ഹി ബ്രോക്ക് ദ ബ്രെഡ്. മുറിക്കാതെ വിളമ്പാൻ കഴിയില്ല. അതുകൊണ്ട് 40 വർഷക്കാലം എല്ലാ സുഖസമൃദ്ധിയിലും മോശ ഫറവോയുടെ കൊട്ടാരത്തിൽ കഴിഞ്ഞെങ്കിൽ ഒരു നാളിൽ തൻ്റെ പ്രിയപ്പെട്ടവരും എതിർ വംശത്തിൽപ്പെട്ട ഈജിപ്തുകാരും തമ്മിൽ ഫൈറ്റ് നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ മോശ അവരുടെ മേൽ ഇടപെട്ടു. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കുന്നതിനിടയിൽ ഈജിപ്തുകാരായ 1-2 ആളെ കൊല്ലാനായിട്ട് ഇടവന്നു. അയാളെ മറവ് ചെയ്യുകയും ചെയ്തു. ഈ വാർത്ത ഫറവോ കേട്ടു എന്ന് മോശയ്ക്ക് മനസ്സിലായി. രായ്ക്ക് രാമാനം. എല്ലാ സുഖസമൃദ്ധിയിലും കഴിഞ്ഞിരുന്ന മോശ ഫറവോയുടെ കൊട്ടാരം, നെക്സ്റ്റ് ദ കിങ് എന്നുള്ള സാധ്യത, ഫറവോയുടെ പുത്രിയുടെ മകനെന്നുള്ള വലിയ സ്വീകാര്യത എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവൻ മിദിയാനിലെ മരുഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ഹി ബ്രോക്ക് ദ ബ്രെഡ്. ഞാൻ പറഞ്ഞു, ഹി ടുക്ക് ദ ബ്രെഡ്. അപ്പത്തെ എടുത്തു. മോശ എന്ന് പറയുന്ന അപ്പത്തെ എടുത്തത് നൈൽ നദിയുടെ സമീപത്ത് നിന്നാണ്. ഹി ബ്ലസ് ദ ബ്രെഡ്. എവിടെ വെച്ചാണ്?
ഫറവോയുടെ കൊട്ടാരത്തിൽ വെച്ച്. അതുകൊണ്ട് അവസാനിച്ചില്ല. ഹി ബ്രോക്ക് ദ ബ്രെഡ്. അപ്പത്തെ മുറിച്ചു. എല്ലാവിധത്തിലും മുറിച്ചു. 1-2 ദിവസമല്ല, 40 വർഷം അമ്മായപ്പൻ്റെ ആടുകളെ മേയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ എല്ലാവിധത്തിലും തകർക്കപ്പെട്ട് രാജകൊട്ടാരത്തിൽ നിന്നും ഒന്നുമില്ലായ്മയുടെ വെറുമയിലേക്ക് ഇവൻ വന്നിരിക്കുന്ന കാലത്താണ് ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമി പിന്നിട്ട് ഹോറേബിലൂടെ അയാൾ നടന്നു നീങ്ങുന്നത്. ഈ സമയത്താണ് ഹോറേബിലെ മുൾപ്പടർപ്പിൽ വെച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവന് വെളിവാകുന്നത്. സഹോദരങ്ങൾ, നമ്മൾ ഓർക്കണം, മുറിക്കപ്പെടുന്ന സമയത്താണ്, നമ്മൾ തകർക്കപ്പെടുന്ന സമയത്താണ് കർത്താവിൻ്റെ മുഖം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കരബിയൊന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ നിങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ആത്മീയമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തകർക്കപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഒരു നാളിൽ ദൈവം എടുത്തു, മറ്റൊരു ദിവസം ദൈവം അനുഗ്രഹിച്ചു. ഹി ബ്ലെസ് ദ ബ്രെഡ്. അനുഗ്രഹിച്ച നാളുകളെ നിങ്ങൾ മറക്കരുത്. പക്ഷേ അതുകൊണ്ട് തീരില്ല. ഹി ബ്രോക്ക് ദ ബ്രെഡ്. അപ്പത്തെ മുറിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വൈദികർ അപ്പത്തെ മുറിക്കുന്ന നേരത്ത് ഫാനിൻ്റെ കാറ്റ്, നാട്ടിലൊക്കെ ആണെങ്കിൽ ഫാനിൻ്റെ കാറ്റ് ഇങ്ങനെ വരുന്ന നേരത്ത് അപ്പം എങ്ങും പറന്നു പോകാതിരിക്കാൻ വേണ്ടി വൈദികര് ഇങ്ങനെ ചേർത്ത് പിടിക്കും. അപ്പം കൂടുതൽ ബലമുള്ളതാണ്. ചില കോൺവെന്റുകളിൽ ഉണ്ടാക്കുന്ന ഗോതമ്പ് അപ്പം കൂടുതൽ ബലമുള്ളതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ ആ വൈദികൻ എന്ത് ചെയ്യും? ശക്തി ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യും. ഹി ബ്രോക്ക് ദ ബ്രെഡ്. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ കർത്താവ് നമ്മുടെ മേലും ചെയ്യുന്നത്. പ്രഭാതത്തിൽ ബലിയർപ്പിക്കുമ്പോൾ പുരോഹിതൻ ബലിയർപ്പകൻ, ഈശോ ബലിവസ്തു. ശേഷിക്കുന്ന 23 മണിക്കൂർ സമയവും ഈശോ ബലിയർപ്പകൻ, നമ്മളെല്ലാവരും ബലിവസ്തു. പ്രഭാതത്തിൽ ബലിയർപ്പിക്കുന്ന നേരത്ത് ഒരു പുരോഹിതൻ ഗോതമ്പ് അപ്പത്തിൻ്റെ മേൽ ചെയ്യുന്ന 4 കാര്യങ്ങളും അന്ന് കുർബാനയിൽ പങ്കുകാരാകുന്ന ദൈവജനത്തിൻ്റെ മുഴുവൻ മേൽ ദൈവം ചെയ്യും. എന്തൊക്കെയാണ്? അപ്പം എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. ഞാൻ ഈ 4 കാര്യങ്ങളിൽ ഈ 3-ാമത്തെ കാര്യം കുറച്ച് കൂടുതൽ സമയമെടുത്ത് പറയുന്നു, ഒരു ഏതാനും സമയം കൂടി. മുറിക്കുന്ന സമയം ക്ലേശകരമാണ്. ചിലർ മുറിക്കപ്പെടുന്നത് അവരുടെ തന്നെ ജീവിതത്തിലെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ്, ചിലപ്പോൾ പാപങ്ങൾ കൊണ്ടാണ്, ചിലപ്പോൾ ബോധമില്ലാത്ത ചില ചെയ്തികൾ കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, നിങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ച് ഗ്ലാസ് മേശയിൽ നിന്ന് തട്ടി താഴെയിടാൻ ഇടവരുമ്പോൾ, അല്ലെങ്കിൽ കൊച്ചിൻ്റെ കൈ തട്ടുന്ന നേരത്ത് അലക്ഷ്യമായിട്ടാണ്, അല്ലെങ്കിൽ നേരെ ചൊവ്വന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അശ്രദ്ധ കൊണ്ടാണ്. എന്നാൽ ഈശോ ഒരാളെ മുറിക്കുന്ന നേരത്ത് ഒരു പൊടി പോലും വീഴാൻ കർത്താവ് അനുവദിക്കില്ല. അവൻ്റെ കൈകളിലാണ് നമ്മൾ. നിങ്ങൾ കുർബാനയിലേക്ക് വരിക. അപ്പം എടുക്കുന്ന നേരത്ത് ഒരു വൈദികൻ അത്രയും ശ്രദ്ധയോടെ ആ കർമ്മം നിർവഹിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ആശീർവദിക്കണ നേരത്തും ആ കർമ്മം മനോഹരമായി ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഒരു ബലിയർപ്പകൻ അപ്പം മുറിക്കുന്ന നേരത്ത് അയാളുടെ മുഴുവൻ ശ്രദ്ധയും അയാൾ അതിലേക്ക് കൊടുക്കും. കാരണം പൊടി പുറത്തു പോകരുത്, അപ്പം ചിന്ന ഭിന്നമാകരുത്. പ്രിയമുള്ളവരെ ഓർക്കണം, ചില നേരത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ചില സഹനങ്ങളുണ്ട്. ഇന്നതുപോലെ സഹനങ്ങൾ വന്നാൽ കൊള്ളാം, നമ്മൾ നേരിടുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത് ശരിയുമായിരിക്കാം. പക്ഷേ ഒരിക്കലും കരുതാത്ത വിധത്തിലാണ് ചിലപ്പോൾ ദൈവം നമ്മളാകുന്ന അപ്പത്തെ മുറിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഗോതമ്പപ്പം പ്രത്യേകിച്ച് ഒരു സീറോ മലബാർ കുർബാനയിലാണ് എങ്കിൽ നടുവെയാണ് ഇങ്ങനെ മുറിക്കുന്നത്. കൃത്യം മധ്യത്തിൽ മുറിക്കണം. ഞാൻ ആ അപ്പം മുറിച്ച നേരത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് മുറിഞ്ഞുപോയി. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇങ്ങനെയായിരുന്നു, ദൈവമേ, ഇതുപോലെ തന്നെയാണല്ലോ നമ്മളുടെ ജീവിതവും. ഇന്നതുപോലെ മുറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നേരിട്ടേനെ, നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. പക്ഷേ ദൈവം ചില വ്യക്തികളുടെ ജീവിതത്തെ മുറിയാൻ അനുവദിക്കുന്നത് അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ഓർക്കണം, മുറിഞ്ഞെങ്കിലേ കൊടുക്കാനായിട്ട് കഴിയൂ. മോശ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട് മുറിയാൻ പരിശുദ്ധാത്മാവായ ദൈവം മോശയെ അനുവദിച്ചതുകൊണ്ടാണ് ഏറ്റവും വലിയ കുടിയേറ്റ നേതാവായി
മോശം മാറാനായിട്ട് ഇട വന്നത്. ചേർന്നൊന്ന് പറഞ്ഞ എല്ലാവരും ഹാലേ ലൂയ, ഹാലേ ലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഒരു നല്ല സുവിശേഷകൻ, ആ സുവിശേഷകന് ഒരു മകനുണ്ടായി, 3 ആൺമക്കളുണ്ടായി. അതിൽ 3-ാമത്തെ മകൻ, അവൻ ജനിച്ചപ്പോഴേ ബ്രെയിനിന് ഒക്കെ ശേഷി കുറച്ച് ഡെഫിഷ്യൻസിയുള്ള, കുറവുള്ള ആളായിരുന്നു. പ്രോപ്പറായ ഓർമ്മശക്തിയില്ല. പ്യുവർലി ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ പോലും കൊച്ചിന് വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഈ കൊച്ചിന് ചെയ്യാവുന്ന മുഴുവൻ ട്രീറ്റ്മെൻറ്റുകൾ അയാൾ ചെയ്തു. അറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ ആയതുകൊണ്ട് സ്വദേശത്തും വിദേശത്തുമുള്ള ഒട്ടേറെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുമായി, കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുമായി അയാൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഈ കുഞ്ഞ് സൗഖ്യപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ 26 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ കുഞ്ഞ്, ഇവർ പുറത്ത് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളായതുകൊണ്ട്, ഈ കുഞ്ഞ് തന്നെ തീരുമാനിക്കുകയാണ്, ഞാൻ മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു, വേറൊരു വീടെടുത്ത് താമസിക്കുന്നു. അങ്ങനെ വേറൊരു വീടെടുത്ത് 2 വർഷക്കാലം ഈ കുഞ്ഞ് താമസിക്കാനായിട്ട് ഇടവന്നു. ഈ ചെറുപ്പക്കാരൻ, അന്ന് അവന് 27 വയസ്സ് പ്രായമുണ്ട്. 2 വർഷം താമസിച്ച് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ആണ് ഈ ശുശ്രൂഷകൻ അറിയുന്നത് അവൻ്റെ ബ്രെയിനിൻ്റെ ശേഷി കുറേ കൂടി ഡൗണായി. ഒരു ദിവസം അവൻ പപ്പായുടെ അടുത്തേക്ക് വന്ന്, ഈ സുവിശേഷകൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, പപ്പ, കർത്താവും എന്നെ സൗഖ്യപ്പെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നണത്. ഇതിനേക്കാൾ നല്ലത് സ്വർഗത്തിലേക്ക് പോകുന്നതല്ലേ? അപ്പോൾ പറഞ്ഞു, മോനെ, ദൈവം വിളിക്കുന്ന നേരത്തെ തീർച്ചയായിട്ടും നിനക്ക് പോകാം. അവനിലൂടെ പോലും ഈശോയിലേക്ക് പലരും വന്നിട്ടുണ്ട് എന്നാണ് ആ സുവിശേഷകൻ പിന്നീട് പറഞ്ഞത്. അപ്പോൾ അവരോട് പറഞ്ഞു, മോനെ, ഈശോ വിളിക്കുന്ന നേരത്ത് പോകാം. അല്ല പപ്പ, സത്യത്തിൽ എന്നെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല, മരണമാണ് നല്ലത്. ഇങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ഒരു ദിവസം നോക്കുമ്പോൾ മകൻ്റെ ഡോറ് മുട്ടിയിട്ട് തുറക്കണില്ല. വലിയ സ്റ്റോറി ചെറുതാക്കി പറയുന്ന, പോലീസിനെ വിളിച്ച് ഡോറ് തുറക്കുന്ന നേരത്താണ് കാണുന്നത് മകൻ അവിടെ സൂയിസൈഡ് ചെയ്തു എന്ന്. ഈ സുവിശേഷകൻ തുടർച്ചയായി പിന്നീട് 14 ആഴ്ചകൾ ദൈവജനത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അയാൾ പറഞ്ഞു, ഒരുപാട് പേർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന ഞാൻ, ഒരുപാട് പേർക്ക് പ്രത്യാശയുടെ വചനം കൊടുക്കുന്ന ഞാൻ, എൻ്റെ മകന് ഇങ്ങനെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഞാൻ എൻ്റെ ദൈവജനത്തെ വീണ്ടും അഡ്രസ്സ് ചെയ്യും? നമ്മൾ ഓർക്കണം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കഠിനമായ സഹനത്തിൻ്റെ സമയത്ത് ദൈവം പോലും മൗനം പാലിക്കുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകില്ല. നിങ്ങൾ ജോബിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. പഴയ നിയമത്തിലെ ഏറ്റവും നീതിമാനായ ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനായിരുന്നു അയാൾ. അന്നത്തെ കാലത്ത് ബിൽ ഗേറ്റ്സ് ആണ്. എല്ലാ വിധത്തിലുമുള്ള സ്വത്ത് അവനുണ്ടായിരുന്നു. പക്ഷേ ഭാര്യ പോലും നിർണായകമായ സമയത്ത് പറഞ്ഞു, നീ ആരാധിക്കുന്ന ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നമുക്ക് പോയി ആത്മഹത്യ ചെയ്യാമെന്ന്. നിർണായകമായ സമയത്ത് സഹായിക്കാൻ നമ്മളെ തേടി ആരും വരില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 പറഞ്ഞതുപോലെയാണ്, അവനെ കണ്ടവരൊക്കെ മുഖം തിരിച്ചു കളഞ്ഞു. അവനെ കണ്ടവരൊക്കെ മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോൾ ഈ സുവിശേഷകൻ പറയുകയാണ്, എനിക്കൊരു ദൈവജനത്തെ അഡ്രസ്സ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞ വചനം ഞാൻ ഇനി ഏത് വിധത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തിൻ്റെ മുമ്പിൽ വ്യാഖ്യാനിക്കും? കർത്താവ് പറഞ്ഞ വചനം ഞാൻ കോട്ട് ചെയ്തത് ഞാൻ ഇനി എങ്ങനെ വ്യാഖ്യാനിക്കും? അയാൾ ചോദിക്കുകയാണ്. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളുടെ സാന്നിധ്യം കൊണ്ടും അനേകരുടെ പ്രാർത്ഥന കൊണ്ടും അയാൾക്ക് തൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞു. 14 ആഴ്ചകൾ കഴിഞ്ഞ് ദൈവജനത്തെ വീണ്ടും അദ്ദേഹം അഡ്രസ്സ് ചെയ്ത നേരത്ത് അദ്ദേഹം സംസാരിച്ചത് പ്രത്യാശയെക്കുറിച്ചാണ്. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. പ്രത്യാശയെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ദൈവം നമ്മളെ മുറിക്കുന്നുണ്ട് എങ്കിൽ മുറിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തുകൊണ്ടിത് ചെയ്തു എന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ഈശോ പോലും, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് കൈവെടിഞ്ഞു എന്ന് ചോദിച്ചെങ്കിൽ ഏതൊരു ദൈവത്തിൻ്റെ മകനും മകൾക്ക് അത് ചോദിക്കാം. എന്തുകൊണ്ട്?
എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ നീ ഇത് വിളമ്പി തന്നു? ഒരു നൈറ്റ് വിജിൽ ശുശ്രൂഷയാണല്ലോ. എൻ്റെ പേഴ്സണലായ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. ഞാൻ ഇക്കഴിഞ്ഞ വർഷം വിവിധങ്ങളായ ഭാഗങ്ങളിൽ നോമ്പ് കാലത്തിൻ്റെ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഷലോമിൻ്റെ നോമ്പുകാല ധ്യാനങ്ങളായിരുന്നു അത്. തീമായിട്ട് എടുത്തത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. നമുക്കൊരു അബ്ബ ഉണ്ട്, ആ അബ്ബ നമ്മളെ സ്നേഹിക്കണം. ഈ വചനമാണ് അതിൻ്റെ വിധങ്ങളായ വ്യാഖ്യാനങ്ങളും കഥകളും എല്ലാം ചേർത്ത് വെച്ച് പങ്കുവെച്ചത്. ഇതെല്ലാം പങ്കുവെച്ച് ഞാൻ എൻ്റെ സ്വന്തം റൂമിലേക്ക് വരുന്നത് ഈസ്റ്റർ മൺഡേയാണ്. ഈസ്റ്റർ കഴിഞ്ഞുള്ള തിങ്കളാഴ്ചയാണ്. അപ്പം ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങുന്നത് വിഭൂതിയുടെ ദിവസമാണ്, അല്ലെങ്കിൽ വിഭൂതിയുടെ 2 ദിവസം മുമ്പാണ്. അപ്പം അന്ന് മുതൽ തുടർച്ചയായ ധ്യാനങ്ങളുമായിട്ടുള്ള യാത്രയിലായിരുന്നു. മടങ്ങി സ്വന്തമായ മുറിയിലേക്ക് വരുന്നത് ഈസ്റ്റർ കഴിഞ്ഞുള്ള തിങ്കളാഴ്ച. അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഫോൺ വരുന്നത്. എങ്ങനെയാണ്? എൻ്റെ അമ്മ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. അമ്മ ഒരു ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്നു. ആ നേരത്ത് ഒരു ട്രാൻസ്പോർട്ട് വണ്ടി വന്ന് തട്ടി. ഓട്ടോ 2 പ്രാവശ്യം തലകുത്തി മറിഞ്ഞ് അമ്മയുടെ ദേഹത്ത് ഓട്ടോറിക്ഷ വന്ന് കിടന്നു. വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് ഞാൻ ഏക മകൻ വേഗം വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സഭയിലെ അധികാരികൾ എന്നെ വിളിച്ചു പറയുന്നത്. അമേരിക്കയിലാണ് ഞാൻ. ഓടിയാ എത്താവുന്ന ദൂരമല്ല. എന്തായിരുന്നാലും 2 ദിവസം കൊണ്ട് ഞാൻ സ്ഥലത്തെത്തിയപ്പോൾ കാണുന്നത് വളരെ ശോചനീയമായ വിധത്തിൽ അമ്മ കിടക്കുന്നതാണ്. അപ്പം എൻ്റെ അമ്മയുടെ അടുത്താകണം, ഇടയ്ക്കൊന്ന് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് വരാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ ശോചനീയമായ അവസ്ഥ ഞാൻ കാണുന്നത്. തുടർന്ന് അമ്മയെ വേറൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നു. 30 ദിവസത്തോളം ICU യൂണിറ്റിൽ കിടക്കുന്നു. എല്ലാ ദിവസവും കുർബാനയുടെ മുമ്പിൽ ഞാൻ 3 മണിക്കൂർ സമയമെങ്കിലും ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾ ആരോഗ്യം എന്നോട് ചോദിക്കുകയാണ്, അച്ഛ എന്തെങ്കിലും ദൈവാനുഭവം അച്ഛനുണ്ടായോ? എനിക്ക് ഒരു ദൈവാനുഭവം ഉണ്ടായില്ല. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും കുർബാനയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കണം, അവൻ മുറിക്കുന്ന നേരത്ത് അവൻ്റെ സാന്നിധ്യം പോലും നിനക്ക് അനുഭവപ്പെടില്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ? അബ്ബാ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോ അബ്ബ എന്താ ചെയ്തത്? കുരിശിന്റെ മറുഭാഗത്ത് കാതടച്ച് പിടിച്ചു നിന്നു. ഒരു വാക്ക് പോലും പറഞ്ഞില്ല. യേശയ്യ 53 ക്രിസ്തുവിന് 700 വർഷങ്ങൾക്കപ്പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവനെ കണ്ടവരെല്ലാം മുഖം തിരിച്ചു കളഞ്ഞു. നമ്മൾ ഓർക്കണം, അവന്റെ മുഖം കാണാൻ അതിനു മുമ്പേ സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറി നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ലൂക്കാ 19 അവന്റെ വസ്ത്രത്തിന്റെ വിടുമ്പിൽ തൊടാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. കഠിനമായി സ്വർഗം നമ്മളെ മുറിക്കുന്ന നേരത്ത് നമ്മൾ തനിയാണ്. ഇത് കഴിഞ്ഞ് അമ്മയുടെ അടക്കൊക്കെ കഴിഞ്ഞപ്പോൾ, അടക്കിൻ്റെ സമയത്ത് 2 അച്ഛന്മാർ, ഞങ്ങളുടെ ജൂനിയേഴ്സായ 2 അച്ഛന്മാർ ഇങ്ങനെ പരസ്പരം അടക്കം പറയുന്നത്, രഹസ്യം പോലെ പറയുന്നത് ഞാൻ ഓവർഹിയർ ചെയ്തു. അവർ പറഞ്ഞത് എങ്ങനെയാണ്? ഈ അച്ഛൻ എപ്പോഴും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പുള്ളിയുടെ അമ്മയ്ക്ക് ഇതാണല്ലോ പറ്റിയത് എന്ന് പറഞ്ഞു. പുള്ളിയുടെ അമ്മ റോഡിൽ കിടന്ന് ചാവാൻ എന്നാണ് അവർ പറഞ്ഞത്. റോഡിൽ കിടന്ന് ചാവാനായിട്ട് ഇടവന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ സത്യത്തിൽ ഈ സംഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത്. അത്രയും നേരം ഞാൻ ഓർത്തിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു കിടന്നാൽ ആദ്യം നിങ്ങൾ കരയണമെന്ന് നിർബന്ധമില്ല. കാരണം അതൊരു റിജക്ഷൻ്റെ സമയമാണ്. അതുകൊണ്ടാണ് ചിലർ ശവമഞ്ചൊക്കെ വെച്ചിട്ട് പ്രസംഗിക്കാറുണ്ട്. ഭയങ്കരമായിട്ട് പ്രസംഗിക്കും, ഭയങ്കരമായിട്ട് വൈറലാകും. അത് കഴിഞ്ഞ് നിങ്ങളൊരു 10 ദിവസം കഴിഞ്ഞ് അയാളെ പോയി കാണണം. അപ്പോഴാണ് യഥാർത്ഥ മുഖം നിങ്ങൾ കാണുള്ളൂ. അയാൾ ഫ്ലാറ്റായിട്ടുണ്ടാകും. ഞാൻ സംഭവത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഞാൻ ആ ദിവസം കഴിഞ്ഞു. ഞാൻ വീണ്ടും US മടങ്ങിപ്പോയി ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ പലവട്ടം ചോദിച്ചു. നല്ല മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ശാന്തമായി മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? സമാനമായ അനുഭവമുള്ള എത്രയെത്ര മനുഷ്യർ ഇന്ന് ഈ രാത്രിയിൽ ഈ സുവിശേഷം കേൾക്കുന്നുണ്ടായിരിക്കും.
ഒരുപക്ഷെ ഒരു വൈദികന്റെ പ്രായം തികഞ്ഞ ഒരമ്മ ഒരു ആക്സിഡന്റിൽ മരിക്കുന്ന സംഭവമല്ല. ഒട്ടേറെ പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോർഡിനേറ്റർ ആയിരിക്കെ മകൾ ആത്മഹത്യ ചെയ്തതുകൊണ്ട് വേദനിക്കുന്ന ഒരു അമ്മയാണോ നീ? ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് പേരെ അനുഗ്രഹിച്ചു, കൗൺസിലിംഗ് കൊടുത്തു. പക്ഷേ സ്വന്തം ജീവിതത്തിന്റെ വരുന്ന മേശയിൽ നിരന്തരം കയ്പുനീര് കുടിക്കേണ്ടി വന്നതുകൊണ്ട് ആരും കാണാതെ ദേവാലയത്തിൽ പോലും പോകാൻ മടിച്ചുകൊണ്ട് ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീയാണോ നീ? നിന്റെ വേദന അവൻ കാണുന്നു. ഹി ബ്രോക്ക് ദ ബ്രെഡ്. നിന്നെ ബ്രേക്ക് ചെയ്തെങ്കിലേ നിന്നെ കൊടുക്കാനായിട്ട് കഴിയൂ. ഒരു കരം ഉയർത്തുന്നു പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം പലരെയും ബ്രേക്ക് ചെയ്യുന്നത് പല വിധത്തിലാണ്. പക്ഷെ ബ്രേക്ക് ചെയ്തെങ്കിലേ കൊടുക്കാനായിട്ട് കഴിയൂ. നമ്മൾ മുഴുവനായിരുന്നാൽ നമ്മൾ കൊടുക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി പറയുകയാണ്, എൻ്റെ ലൈഫിൽ യാതൊരു വിധത്തിലുമുള്ള മുറിവുകളും ശേഷിക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഭൂമിക്കോ സ്വർഗത്തിനോ ഇല്ല. മുറിക്കപ്പെടാതെ കൊടുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ഒന്ന് സമ്മറൈസ് ചെയ്ത് അവസാനിപ്പിക്കുന്നു. പ്രഭാതത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ഒരു പുരോഹിതൻ ബലിവസ്തുവിൻ്റെ മേൽ 4 കാര്യങ്ങൾ ചെയ്യും. ഹി ടുക്ക് ദ ബ്രെഡ്. നമ്പർ 1, he blessed the bread. Number 2, he broke the bread. Number 3, and he gave the bread. Number 4, എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. ഈ 4 കാര്യങ്ങളും ദൈവജനത്തിൻ്റെ മേൽ മുഴുവൻ ദൈവം ചെയ്യും. ഇത് ചെയ്യുന്ന നേരത്ത് ഏറ്റവും കൂടുതൽ ബലിയർപ്പകനായ കർത്താവ്, നമ്മുടെ മിശിഹ, സൂക്ഷ്മതയോടെ നമ്മളെ കൈകാര്യം ചെയ്യുന്നത് നമ്മളെ മുറിക്കുന്ന നേരത്താണ്. ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത മുറിവേറ്റ വേദനയായിട്ട് കഴിയുന്ന മനുഷ്യരുണ്ട്. ചിലരുടെ വീടുകളിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് അവർ അവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ മറ്റാരോടും പങ്കുവെക്കാൻ പോലും തയ്യാറാകില്ല. കാരണം അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഞങ്ങൾ പങ്കുവെച്ച ഞങ്ങളുടെ കർത്താവിന് നാണക്കേടാകുമല്ലോ. കാരണം കർത്താവിനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയിപ്പോയി എന്ന് മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയാണ്? നാണക്കേടാകല്ലേ കർത്താവിന്? അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒതുക്കി തീർക്കുന്നവരുണ്ട്. തീരാത്ത കണ്ണുനീരും തോരാത്ത വേദനയുമായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണോ നീ? നിന്നെ ബ്രേക്ക് ചെയ്യുന്നത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അശ്രദ്ധയോടെയാണ് കുഞ്ഞ് വീട്ടിൽ ഗ്ലാസ് പൊട്ടിച്ചതെങ്കിൽ ഈശോ നീയാകുന്ന ഗോതമ്പപ്പത്തെ മുറിക്കുന്നത് അശ്രദ്ധയോടെയല്ല കുഞ്ഞെ, വളരെ ശ്രദ്ധയോടെയാണ്, വളരെ ബോധത്തോടെയാണ്, വളരെ അറിവോടെയാണ്. എന്തോ നിർണായകമായൊരു കാര്യം നിങ്ങളുടെ മേൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോശയുടെ കാര്യം പറഞ്ഞു, ഈശോയുടെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈശോ അമ്മ മറിയത്തിൻ്റെ ഉദരത്തിൽ അവൻ കഴിഞ്ഞ കാലം മനോഹരമായ കാലം. നസ്രത്തിൽ അവൻ വളർന്ന കാലം ഏറ്റവും അനുഗ്രഹീതമായ കാലം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവൻ വളർന്നു വന്നുവെന്നാണ് സുവിശേഷം എഴുതി വച്ചിരിക്കുന്നത്. ഹി ടുക്ക് ദ ബ്രെഡ്. സ്വർഗത്തിലെ അബ്ബ ആ അപ്പത്തെ എടുത്തു. 2, ഹി ബ്ലസ് ദ ബ്രെഡ്. ഈശോ എന്ന് പറയുന്ന അപ്പത്തെ സ്വർഗത്തിലെ അബ്ബ ആശീർവദിച്ചു. പോകുന്ന വഴിയിലെല്ലാം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഈശോയെ അനുഗ്രഹിക്കാൻ സ്വർഗം തയ്യാറായി. തീർന്നില്ല. 3, ഹി ബ്രോക്ക് ദ ബ്രെഡ്. യേശു എന്ന് പറയുന്ന അപ്പത്തെ സ്വർഗം മുറിക്കാൻ തയ്യാറായി. ആ മുറിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഹി ഗേവ് ദ ബ്രെഡ്, നമ്മുടെ കൈകളിൽ അപ്പമായി ഈശോ വരുന്നത്. അതുകൊണ്ട് മുറിക്കപ്പെടുന്ന നേരത്ത് നമ്മൾ ഒരൊറ്റ മനോഭാവമേ ഉള്ളിൽ സൂക്ഷിക്കാവൂ. കുതറാൻ പാടില്ല, കുതറരുത്. കർത്താവ് നമ്മളെ മുറിക്കണ നേരത്ത് ദൈവത്തിൻ്റെ പൈതലെ നീ കുതറരുത്. വൈദികന്റെ കൈകളിൽ വൈദികൻ ഗോതമ്പപ്പം ആ ബലിവസ്തു കൈകാര്യം ചെയ്യുന്ന നേരത്ത് ഗോതമ്പപ്പം കുതറിപ്പോയാൽ വൈദികൻ എന്തു ചെയ്യും? ബലിയർപ്പകനായ വൈദികൻ എന്തു ചെയ്യും? ആ ഗോതമ്പപ്പത്തെ കുതറാതെ ചേർത്ത് പിടിക്കും. ഫാൻ്റെ കാറ്റുകൊണ്ട് പോലും പറന്നു പോകാൻ അനുവദിക്കില്ല.
എന്നിട്ട് മുറിക്കും. ഇതുപോലെ കുതറരുത്. കർത്താവ് നിന്നെ മുറിക്കണ സമയത്ത് നീ കുതറരുത്. നീ ഏത് സ്റ്റേജിലായിരിക്കാം ഈ ജീവിതത്തിൽ. ഒരു പക്ഷേ നീ ടേക്കിംഗ് സ്റ്റേജിലായിരിക്കാം, ബ്ലെസ്സിങ് സ്റ്റേജിലായിരിക്കാം, ബ്രേക്കിംഗ് സ്റ്റേജിലായിരിക്കാം, ഗിവിങ് സ്റ്റേജിലായിരിക്കാം. ഈ 4 സമയത്തും നീ കർത്താവിൻ്റെ കൈകളിലാണ്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കരമുയർത്തുന്നു പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈശോ നിങ്ങളെ ഏത് വിധേനയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് എനിക്ക് പിടിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങളിൽ കുറേ പേരെ അവൻ മുറിക്കുന്നുണ്ട്, അവൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആ ബ്രേക്ക് ചെയ്യുന്ന നേരത്തെ എല്ലാ വേദനകളും ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് അവൻ്റെ കൈകളിലേക്ക് കൊടുക്കണം. ഇത്രയും സമയം നമ്മൾ സങ്കടങ്ങളാണ് പറഞ്ഞതെങ്കിൽ നമ്മളുടെ പരിഭവങ്ങളെ നമ്മൾ പ്രാർത്ഥനകളാക്കി മാറ്റണം. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ആരുടെയും വിശ്വാസ യാത്രയിൽ നമ്മൾ ആഗ്രഹിക്കും വിധം നമ്മളെ അവൻ കൈകാര്യം ചെയ്യില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലത്, ഒരു തീരുമാനം, ഒരു യാത്ര, ഒരു രോഗത്തിൻ്റെ ഡയഗ്നോസിസ്, വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ജീവിതത്തിൽ 3 യാമങ്ങളിലോ 7 യാമങ്ങളിലോ ആവർത്തിച്ച് പ്രാർത്ഥിച്ച കാര്യം നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ സംഭവിച്ചേക്കാം. അപ്പോഴും നമ്മൾ പറയണം, എന്നെ ബ്രേക്ക് ചെയ്യുന്നവൻ അവൻ്റെ കൈകളിലാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ കുതറില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും എൻ്റെ കർത്താവ് മൗനം പാലിച്ചുവെങ്കിൽ ഞാനും മൗനം പാലിക്കും. കർത്താവേ, എനിക്ക് പരാതികളില്ല, എനിക്ക് പരിഭവങ്ങളില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ നഷ്ടമായതിനെ ഓർത്തുകൊണ്ട്, എൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്പത്ത് നഷ്ടമായതിനെ ഓർത്തുകൊണ്ട്, സൽപ്പേര് നഷ്ടമായതിനെ ഓർത്തുകൊണ്ട്, ദൈവമേ എനിക്ക് പരിഭവങ്ങളില്ല. എൻ്റെ എല്ലാ പരിഭവങ്ങളെയും പ്രാർത്ഥനയാക്കാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തുന്നു പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം.